ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഞാനാണ് ഗോഡ്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണ് ഗൈസ്? ഇന്നത്തെ പരിപാടിക്ക് മുമ്പ് നിങ്ങൾ സബ് ചെയ്യുക ഗൈസ്. സബ് ചെയ്ത ലൈക്ക് ബട്ടൺ കൂടെ അമർത്തുക. പിന്നെന്തൊരു നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണ് ഗൈസ്? നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അൻഫാർമ ഉണ്ടാക്കിയത് ഇതുകൊണ്ടല്ലേ ഇതേപോലത്തെ വേറെ ഇതിന് ഭയങ്കര സ്പീഡാണ് ഗൈസ്. അപ്പോൾ അതിനൊക്കെ പവർഫുള്ളാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതല്ല അപ്പുറത്തായിട്ട് ഒരു വില്ലേജ് കുറേട്ട് ഉണ്ടാക്കിയായിരുന്നു. എന്തല്ല കുതിര എടുത്ത കുതിര മാത്രം നല്ലൊരു അടിപൊളി വില്ലേജ് ബ്രീഡറാണ്. പക്ഷേ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഇവിടെ ഞാനിതിൽ ഉണ്ടാക്കി വെച്ച സ്റ്റൈലല്ല പിന്നെ ഉണ്ടാക്കിയത്. പിന്നെ വഗ്ഗടിച്ച് 4 വില്ലേജർ മരിച്ചു എന്നിരിക്കുകയാണ്. ഇപ്പം ഇതിനകത്ത് 2 വില്ലേജറുകളേ ഉള്ളൂ. 2 3 വില്ലേജർ. ഒരെണ്ണം പച്ചക്കോട്ട, അതിന് കൊല്ലണം. പച്ചക്കൊണ്ടിനെ ഇടിച്ചു വന്നാൽ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. ട്രൈഡിന് ഒരു ചെറിയ മാറ്റം വരുത്തും. എനിക്കതിലൊന്നും ഒരു കുഴപ്പമില്ല. എന്താണ് എവിടെ ഒരു കുതിര? ഞാൻ കണ്ണ് കെട്ടി ഓടിക്കും ഇന്നൊക്കെ. അതുകൊണ്ട് ഇതിന് പേര് ഓക്കെ. വില്ലേജർ പണിയെടുക്കുന്നതൊക്കെ കൃത്യമായിട്ട് കാണും. പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വില്ലേജറിനെ തുറന്നൊക്കെ കിട്ടായിരുന്നു അറിയാണ്ട്. എന്നിട്ട് വില്ലേജറൊക്കെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി ഓടി തലവേദനയായിരുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഫുള്ള് തലവേദനയായിരുന്നു. ഞാൻ വീഡിയോ രണ്ടാമത് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലായത് എങ്ങനെ കുഴപ്പമൊന്നും. അത് പിന്നെ അൻഫാർമ ഉണ്ടാക്കാനുള്ള ഇതായിരുന്നു. ഇവിടെ കുറച്ച് ഇതൊക്കെ നട്ട് ക്യാരറ്റ് പൊട്ടാറ്റോ. ഇവിടെ ക്യാരറ്റ് പൊട്ടാറ്റോ മാത്രമേ ഉള്ളൂ. ഇവിടെ നട്ട് കഴിഞ്ഞപ്പോഴാണ് വെച്ച് നമ്മുടെ അടുത്ത് ബീഫ് ഫാർമുണ്ട്. ഞാനിവിടെ 2 കൂടെ വെച്ചായിരുന്നു. ഉടനെ ബീഫ് ഫാർമും ഞാൻ ചെയ്യുന്നതായിരിക്കും. നെതറിലൊക്കെ പോയി പയ്യെ മറ്റേ ഒബ്സർവറൊക്കെ ഉണ്ടാക്കണം. അതിനായിട്ടുള്ള റിസോഴ്സ് നോക്കിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ബീഫ് ഫാർമ ചെറിയ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വളരുന്ന കൃഷിക്ക് ഇവർ ബോൺ മില്ല് ചെയ്യുന്ന സംഭവമുള്ള കാര്യം ഞാൻ മറന്നുപോയി. ബോൺ മില്ല് ചെയ്തു. അങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വളരുന്നത്. പിന്നെ പൊട്ടാറ്റോൻ്റെ കുറേ ഉണ്ടായിരുന്നു. ക്യാരറ്റ് ഇച്ചിരി ഉള്ളായിരുന്നു. ഞാൻ ഒരു വില്ലേജിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ പിന്നെ കുറച്ച് വീറ്റ് ചെയ്ത് ഇവിടുന്ന് എടുത്ത് ഇപ്പം ഇത്രയും വളർന്നു. ഇവിടുന്ന് ഇപ്പം എടുക്കുന്നില്ല. ഇതൊരു ഡെക്കറേഷൻ ആയതുകൊണ്ട് ഒന്നും തൊടുന്നില്ല ഗൈസ്. പിന്നെ എൻ്റെ സെറ്റിങ്സ് ഒന്ന് ചെറുതായിട്ട് കൺട്രോളൊക്കെ ഒന്ന് മാറ്റി. മറ്റേ കുറച്ച് ഇതാണ്. TP ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതാകുമ്പോൾ എൻ്റെ 4 ഫിംഗേഴ്സായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ തുടങ്ങാറായി. ഇപ്പോൾ നമ്മൾ കഥയും പറഞ്ഞിട്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുത്തിട്ട് പകുതിയോളം കഥ പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഇനി അൻഫാർമ ഉണ്ടാക്കണം. അൻഫാർമ ഉണ്ടാക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വില്ലേജർ ബ്രീഡറിൻ്റെയോ പിന്നെ നമ്മുടെ ഒരു സാധനത്തിൻ്റെ പേരെന്തായിരുന്നു, ഫ്ലെക്സിങ് ടേബിൾ പോലത്തെ സാധനത്തിൻ്റെയൊക്കെ അടുത്തുനിന്ന് 100 ബ്ലോക്ക് എന്താ മാറണം. ഇതെല്ലാം അവിടെയാണ് ഉണ്ടാക്കുന്നത്. അവിടെ ഉണ്ടാക്കിയിട്ട് FK വിളിക്കും. ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കാണും, നിങ്ങൾക്ക് ഉണ്ടാക്കാം. പിന്നെ ആ വീഡിയോക്കകത്ത് കാണിച്ചിരിക്കുന്നത് എത്ര 1 മണിക്കൂറിൽ 450 സംതിങ് ഇതാണ് അയണാണ്. നമുക്കത് മതി. വലിയ ആവശ്യത്തിനൊന്നും ഇല്ല. നമുക്ക് അയൺ ആർമറാണ്. ഗൈസ്, അയൺ ആർമറിൻ്റെ അയൺമറാണ്. നമ്മൾ ചെറുതായിട്ടൊരു അബദ്ധം കാണിച്ച് ഞാൻ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ നമ്മുടെ ട്രൈഡറിൻ്റെ ആ ജീവി, എൻ്റെ പേരിക്കറിലൂടെ അത് വെച്ച് ഇങ്ങനെ തുപ്പി കളിച്ചത്. തുപ്പി എൻ്റെ പാൻ്റടിച്ച് പൊട്ടിച്ച്. അതാണിപ്പോൾ പാൻറ് മാത്രമല്ല, ഇപ്പം എൻ്റെ ഉടുപ്പൊന്നും ഇല്ല. 4 ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ കയ്യിൽ. അത് കയ്യിലെന്ന് പറഞ്ഞപ്പോൾ കയ്യൊന്നും ഇല്ല. ഇതെന്താ അപ്പുറത്തോട്ട് പോകാത്ത? ഓക്കെ ഗൈസ്, ഇപ്പോൾ അങ്ങനത്തെ കുറച്ച് റിസ്ക്കൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് മൈൻഡ് ചെയ്ത് കുറച്ച് ഗോൾഡ് കിട്ടി. ഗൈസ്, ഇന്നത്തെ മെയിൻ മിഷൻ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഗൈസ് അവിടെ ഉണ്ടാക്കണം. 1 2 3 അയൺ എടുക്കുക. എന്തോണ് സ്റ്റിക്ക് എടുക്കണം. 1 2 നമുക്ക് അയൺ പിക്ചക്സ് വേണം. ഗൈസ്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇന്നലെ ഒരു ഹാപ്പി ഒരു സന്തോഷകരമായി ഒരു കാര്യം. കയ്യിലെ ടോർച്ചൊക്കെ ഉണ്ടാകും. മൈനിങ് ആയിരുന്നു. കയ്യിൽ
ഓഫ് ക്യാമറ ആയിരുന്നു, മൈനിങ് ആയിരുന്നു. ഇവിടെ എന്നാൽ ഇതൊന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. വരുന്ന എപ്പിസോഡിൽ കംപ്ലീറ്റ് ആക്കുന്ന കാണിക്കും. അതിനായിട്ട് ചെറിയ പ്ലാനൊക്കെ ഉണ്ട്. വരുന്ന എപ്പിസോഡിൽ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കി, അതായത് നമ്മളുടനെ മോഫ് ഫാർം ഉണ്ടാക്കുന്നതായിരിക്കും. മോഫ് ഫാർം വെച്ച് നമ്മൾ ബോൺ മില്ല് വെച്ച് കുറേ വുഡൊക്കെ ഒപ്പിച്ച് സെറ്റാക്കാനാണ് നമ്മുടെ പ്ലാൻ. പക്ഷേ ഇപ്പം അതിനുള്ള ഇത് കിട്ടുന്നില്ല. കാരണം ബോൺ മിൽ ഈ ഫാർം ഉണ്ടാക്കുന്ന എന്തോ മണ്ണ് എന്ന് വെച്ചാൽ സാധാരണ ഇതിലുണ്ടാക്കാൻ പറ്റില്ല. വെള്ളത്തിനടിയിൽ കടലിനകത്തൊക്കെ ഉണ്ടാക്കേണ്ട, വെള്ളത്തിനടിയിലല്ല കടലിലാണ് ഉണ്ടാക്കേണ്ടതെന്നാണ് വീഡിയോക്കകത്ത് കാണിക്കുന്നത്. ഇതല്ല ഡയമണ്ട്. ഇനി ഇവിടെ വേറെ ഏതൊരു സ്ഥലത്തും ഡയമണ്ടിനെ കണ്ടായിരുന്നു. മേലോട്ട് എന്താ കുടിച്ചു പോയതായിരുന്നു. അവിടെ ആയിരുന്നല്ലോ, ഇവിടെ അല്ലല്ലോ. നമ്മുടെ ആദ്യത്തെ ഡയമണ്ടാണ് ഗൈസ്, ഒന്നും പറയാനില്ല. അല്ലല്ല കുഴിച്ചിട്ടായിരുന്നു, മറന്നു എവിടെ ആയിരിക്കുന്നതെന്ന്. ഒന്ന് തപ്പട്ടെ. ഗൈസ് ഇവിടൊന്നും കാണുന്നില്ല. ആ ഡയമണ്ടും പോയി കിട്ടി. എന്തായാലും പിന്നെ കിട്ടുവാണെ പറയാം. ഉള്ളത് വെച്ച് നമുക്ക് പഠിക്കാം. ആദ്യത്തെ 3 ഡയമണ്ട് പൊട്ടിക്കുന്നുള്ളൂ. ഇവരൊന്നും കയ്യിലിരിക്കട്ടെ, കയ്യിലല്ല ഇരിക്കട്ടെ. ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഡയമണ്ടാണ് ഗൈസ്, ഫസ്റ്റ് ഡയമണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഡയമണ്ട് നമ്മൾ ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. വെച്ചിട്ട് ഡയമണ്ട് പിക്കക്സ് ഉണ്ടാക്കുക, അത് തന്നെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിനകത്തോട്ട് സിക്കട ചാടിയണം, മെൻഡിങ് അടിയണം. അതിനായിട്ടുള്ള അയൺ നമുക്ക് വേണം. ഇവിടെ വഴിയും പോയി. ഇത് അയ്യോ, ഞാൻ ബസ്സിനകത്തായ. അല്ല ഇങ്ങോട്ട് ഞാൻ പേടിച്ചേട്ടാ. ഇപ്പോഴാണ് ഇവിടെ ആയിരുന്നു. ഇങ്ങോട്ടൊന്ന് പോകാം. ഇവിടെ എന്നാലും ആ ഡയമണ്ട് എന്തായാലും ഇവിടെ ആയിരുന്നു. താഴെ ഇല്ല ഇവിടെ ആയിരുന്നു. സ്വപ്നം കണ്ടതാണ്. എനിക്ക് ഓർക്കുന്നില്ല. ഉള്ളത് പോട്ടെ. കുറച്ച് ഫോർച്ചും വേണം. അതുപോലെ ഈ ഡയമണ്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഡയമണ്ട് എന്തായാലും കൈ ഇരിക്കട്ടെ. ഇവിടൊക്കെ ഒന്ന് സെറ്റാക്കാറുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും അയൺ ഫാർം ഉണ്ടാക്കാം. ഇപ്പം തന്നെ നേരെ കുറേ ആയി ഞാൻ ചുമ്മാ വാജ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ പകുതി പേര് ഇറങ്ങി പോയി കാണും. പക്ഷേ ഇറങ്ങി പോകല്ലേ, ഞാൻ വാജ് പഠിക്കുന്ന ശീലമായിപ്പോയി. അങ്ങനെയുണ്ട് പേര് ഗോഡിൻ്റെ വീട്. പേര് കേട്ടോ, ഗോഡിൻ്റെ വീട്. ചുടാ ഇങ്ങനെ പറഞ്ഞിട്ടെ. നമുക്ക് ആവശ്യം ഈ ഡയമണ്ട് അറിയാടിച്ചേട്ടാ. ഇങ്ങനെ ഞാൻ ഡയമണ്ട് വെച്ചാൽ ശീലം. ഞാൻ റിച്ച് ആയതുകൊണ്ട് ഡയമണ്ട് ഇട്ടിരിക്കട്ടെ, പിക്കക്സ് ഇട്ടിരിക്കട്ടെ, ഇങ്ങോട്ട് കൊണ്ടിരിക്കട്ടെ. ഒരു ഇങ്ങോട്ട് കേട്ടോ. ഓക്കെ. നമ്മളിപ്പോൾ അയൺ ഫാം ഉണ്ടാക്കുന്നത്. നമ്മൾ റിസോഴ്സൊക്കെ നമ്മൾ നേരത്തെ ഒപ്പിച്ചിട്ടുണ്ട്. കുതിര വരണ്ട, കാരണം അവിടെ ആയിട്ട് സ്ഥലമൊന്നുമില്ല, വെള്ളമാണ്. എനിക്ക് വയ്യ വെള്ളത്തിൽ കൊണ്ട് കൊല്ലി. നമ്മൾ റിസോഴ്സൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. നേരെ അവിടെ പോയി ബിൽഡ് ചെയ്താൽ മാത്രം മതി. ട്യൂട്ടോറിയൽ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കാണും, നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്യുക. ണ്ട് ഇത്രയും റിസോഴ്സാണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഈ ബ്ലോക്ക് എടുക്കാം. കുറച്ച് ഡയറക്റ്റ് വേണമായിരുന്നു. ഞാൻ ഡയറക്റ്റ് എടുത്തിട്ട് ഇപ്പോൾ വരാം. ഗൈസ് അപ്പോൾ നമ്മൾ സാധനം എടുത്തിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് ബ്ലോക്ക് ഇവിടെ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. ഡയറക്റ്റ് ബ്ലോക്ക് കിട്ടിയില്ലേ, അത് മതി. ഗൈസ് പിന്നെ നമ്മളൊരു കാര്യം കൂടെ ചെയ്യാൻ തീരുമാനിച്ച്. ഇതിപ്പോൾ 8ാമത്തെ എപ്പിസോഡാണ്. 10ാമത്തെ എപ്പിസോഡിൽ ഒരു സർപ്രൈസ് ഉണ്ട്.
ഉള്ളൂ കാര്യം. ഞാനിതൊന്ന് ഉണ്ടാക്കട്ടെ. അയ്യോ, ഞാൻ എടുത്തോണ്ട് പോകും. ആ കയ്യിലിരിക്കട്ടെ. ഞാൻ മറ്റേ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ ഇടക്കിടക്ക് ചാടി കളിക്കും. അതുകൊണ്ട് ഇച്ചിരി ഇതായിട്ട് എനിക്ക് ഇവിടെ ഉണ്ടാക്കണം. കറക്റ്റ് ഇവിടെ അല്ലേ ഉണ്ടാക്കുന്നത്, ഈ ഭാഗത്തായിട്ട്. ഇത് നമ്മൾ ഇവിടെ ആയിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ഏരിയ ഇവിടെയാണ് കറക്റ്റ്. ഇവിടെ കുറച്ച് ഇറങ്ങി ഉണ്ടാക്കുന്നതാണ് നല്ലത്, കാരണം അതങ്ങനെയാണ്. 15 ബ്ലോക്ക് എന്താ വെക്കണം. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 15. ഇനിയുള്ള വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഗൈസ്, അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബിൽഡർ അയൺഫാർം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ കയറാൻ വേണ്ടി ഉപയോഗിച്ച പില്ലറാണ്. അയൺഫാർം ഇനി വില്ലേജറും കൂടെ മതി. ഓക്കെ, എല്ലാം സെറ്റാണ്. അപ്പോൾ നമുക്ക് വില്ലേജറിനെ എടുക്കാൻ പോകണം. നമ്മുടെ കയ്യിൽ 4 വില്ലേജറേ ഉള്ളൂ. അതെല്ലാം ബ്രീഡ് ചെയ്ത് ഇവിടെ ഇട്ട് തന്നെ ബ്രീഡ് ചെയ്യാനാണ് പ്ലാൻ. 20 വില്ലേജറിനെ വെച്ച് ബ്രീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെറ്റാണ്. കൈ കിട്ടുമെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ കളിക്കുന്നിടക്ക് മരിക്കുകയൊക്കെ ചെയ്ത് 13 ഇതുണ്ട് ലെവലുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഉള്ളൂ. ലെവലും കൂടെ ഒപ്പിക്കണം. ചിലപ്പോൾ ഒപ്പിക്കേണ്ടി വരും. അതെന്ന് വെച്ചാൽ ഇല്ല അത്രയില്ല. മറ്റേ ഇതെടുക്കാൻ എന്താന്ന് പറയുന്ന മെൻഡിങ് പിന്നെ സിൽക്ക് ടച്ചും വേണം. 2 മെൻഡിങ് ഇല്ല, 1 മെൻഡിങ് 2 സിൽക്ക് ടച്ചുമാണ് മെയിനായിട്ടുള്ളത്. പിന്നെ പ്രൊട്ടക്ഷൻ ഫോർ അങ്ങനെയൊക്കെ ഉണ്ട്. ഗൈസ്, ഈ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. നിർത്തും. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. നമ്മളിവിടെ ഉടനെ ബ്രിഡ്ജ് കൊണ്ടുവരുന്നതായിരിക്കും. ഇതൊക്കെ ഭയങ്കര ടഫാണ്. ഇത് മാത്രമല്ല, അപ്പുറത്ത് അനുസരിച്ചുണ്ട്. ഇത് ആലോചിക്കുക ഉണ്ടാക്കണം വേണ്ടി ആലോചിച്ച് ഉണ്ടാക്കണം. ആലോചന മാത്രമല്ല, നമ്മളിത് ഉണ്ടാക്കുന്നതായിരിക്കും. ഇവിടെ ഇപ്പം ഈ 4 വില്ലേജർ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതില്ലല്ലോ, സോറി ഇവിടാണ്. ഈ 4 വില്ലേജറേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇവിടെ എത്ര വില്ലേജർ ഉണ്ടെന്ന് എനിക്കറിയണ്ട. ഇതിനെ എങ്ങനെ പിടിക്കുന്ന പോലും എനിക്കറിഞ്ഞൂടാ. എനിക്ക് ഞാൻ പിടിച്ചിട്ട് ഇപ്പം കാണാൻ പിടിച്ച് ഞാൻ അവിടെ ഇടാൻ പോവാ. ഇത് മറ്റേ ടൈം ലാപ്പ് എന്ത് സാമാനങ്ങളിലേക്കിട്ടെ അതുപോലെ ഇടുന്നില്ല ഞാൻ. ഇവിടെ ഇരുന്നത് ഓക്കെ, അത് റെൻഡർ അതെ അവിടെയാണ്. ഓക്കെ, നമ്മൾ അവിടെ കൊണ്ട് ബിൽഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് റെൻഡറാകും പോലില്ലല്ലേ. എനിക്ക് അങ്ങോട്ട് പോകാം. അതിൻ്റെ ഇത് തന്നെ ഇവിടെ നല്ല റെൻഡർ ആകത്തുള്ളൂ. അത്ര ലോങ്ങാണ്.
10 ചങ്ക് 10 ഇട്ടേക്കുന്നത്, അതൊന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, നമ്മൾ ഇവിടെ കൊണ്ടിട്ടിട്ട് മാത്രം ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സാധനം. നോക്ക് ഗൈസ്, നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. സത്യം പറയാലോ, തലവേദന എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ വലിയ തലവേദന. ഒരു മിനിറ്റ്, കൂടുതൽ തലവേദന എടുക്കണ്ട, ടോർച്ച് വെക്കാം. ഇതിൻ്റെ അത്രയും തലവേദന ഒരു ഗെയിമിനും ഇല്ല. ഫ്രീ ഫയർ കളിച്ചിട്ട് പോലും ഇത്ര ശരിയ. ഞാനിത് ഉണ്ടാക്കിയ ഒരു സംഭവം ഒരു റെക്കോർഡ് ചെയ്യാൻ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞുള്ളത് ഞാനിതിപ്പോൾ ഞാൻ ഒരു മണി 1:30 ആയപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ്. സമയം ഇപ്പം 6:30 കഴിഞ്ഞു. 6:30 കഴിഞ്ഞില്ല, 7 മണിയായി. വില്ലേജറിനെ കൊണ്ടാണ് ഞാനിത്. സത്യം പറയാലോ നല്ല തലവേദനയാണ്. ഞാനിത് ചെയ്യാൻ പെട്ട പാട്. അങ്ങനെ അവസാനം കൺഫേം ഉണ്ടാക്കി. വില്ലേജറിനെ ഞാൻ 20 വില്ലേജറിനെ ആദ്യം ഒപ്പിച്ച്. ഞാൻ രണ്ടു വട്ടം ഈ വില്ലേജറിനെ 7 ഒപ്പിച്ച്. ഇപ്പം അവിടെയാണ് ഞാൻ ഇത് വെച്ചേക്കുന്നത്. നമ്മുടെ ജസ്റ്റ് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് മാത്രം കുറച്ചാഴും കൂടെ കിട്ടിക്കഴിഞ്ഞ് താഴോട്ടാക്കാം. ഉടനെ വരുന്നതായിരിക്കും. ഉടനെ അല്ല, സോറി, വരാൻ നല്ല താമസമായിരിക്കും. കാരണം എന്താ വെച്ചാൽ എക്സാമൊക്കെ വരുവാണ്. എക്സാമിന് പഠിക്കുകയൊക്കെ വേണം. പഠിക്കാതിരുന്നാൽ പറ്റില്ല. അതുകൊണ്ട് പഠിക്കുകയൊക്കെ വേണം. അതുകൊണ്ട് കുറച്ച് താമസമൊക്കെ എടുക്കും വീഡിയോ വരാൻ. എക്സാമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ വരത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു വീഡിയോ കൂടെ വരും ഈ വീഡിയോ കഴിഞ്ഞ്. എന്നിട്ട് എക്സാം പഠിക്കത്തുള്ളൂ. പഠിക്കുന്നതല്ല, സോറി, വീഡിയോ കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ. എന്തായാലും ഉടനെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്യണ്ട. ഞാൻ ഒരു നോട്ടിടാം. ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഞാനൊരു നോട്ടിടാം. പിന്നെ ആ ഒരു ഡേറ്റ് മാത്രമേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ. അതേസമയം നമുക്ക് കറക്റ്റ് 64 നല്ല എഫിഷ്യൻ്റാണ് ഗൈസ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ കിട്ടിയത്. പിന്നെ കുറേ കൂടത്തെ കൊന്നു. ഇവിടെ പിന്നെ കുറേ പൂച്ചയുണ്ട് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. വീഡിയോയ്ക്കകത്ത് എത്ര ഈ പൂച്ചകളെ കൊല്ലാനായിട്ട് ഐഡിയ പറഞ്ഞത് 5 പൂച്ചകളെ ടൈം ചെയ്യാനാണ്. എന്നാലും അതിനും കൂടെ ഒന്ന് ടൈം ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇവിടെ എവിടെ പോയ സ്ഥലം അവിടെ ആയിട്ടൊരു ചെറിയ അവിടെ അല്ല, ഇവിടെ ആയിട്ടൊരു ബ്രിഡ്ജ് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഇപ്പോഴും വരുന്നുണ്ട്. നമ്മളെ ഫിഷ് ഫാർമിൻ്റെ അവിടെയും ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കണം. അപ്പോൾ അതതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയൊരു ഡിസൈനാണ് സെറ്റ് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡ് ഇടുന്നതായിരിക്കും. അത് ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റ് ആയി ഇത്ര ആയതാണ് കിട്ടിയിട്ടുള്ളത്. കിട്ടിയ ആയാലും കൊണ്ടുപോകാം. എന്നിട്ട് ഇപ്പം തന്നെ അയ്യോ ചത്തില്ല. ഞാൻ വിചാരിച്ചു അതായിരിക്കുന്നു ബ്ലോക്ക്. ഞാൻ അതീന്ന് വാങ്ങിച്ചു. ഇനിയൊരു കാര്യം പറയട്ടെ. വീഡിയോ ഇപ്പം നിങ്ങൾ വീഡിയോ അവസാനിപ്പിക്കാൻ പോണ്. നിങ്ങൾ വീഡിയോയുടെ ഫസ്റ്റ് എടുത്ത് നോക്ക്. എൻ്റെ എത്ര ഫിഷ് ഉണ്ടായിരുന്നു നിങ്ങൾ നോക്ക്. ഇപ്പം എത്ര ഫിഷ് ഉണ്ടെന്ന് നോക്ക്. ഒരു ഫിഷ് പോലും ഇല്ല. ഒരു ഫിഷും ബേക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു ഫിഷും കൊണ്ടാണ് ഞാൻ ഇത്ര നേരം കളിച്ചത് ഗൈസ്. അപ്പോൾ ഒന്ന് ആലോചിച്ചു ഞാൻ അടുത്ത ടൈം. പിന്നെ നമ്മൾ വീഡിയോ അവസാനിച്ചിട്ടുണ്ട്. സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.